ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ ഭയങ്കര ബോർ. അപ്പം എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ കങ്കുവയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ന്യൂ തിയേറ്ററിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേശവദാസ് വരെ എത്തി. ഞാൻ ട്രിവാൻഡ്രമാണ്, എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ആൻഡ് ഇപ്പം യൂട്യൂബ് തുറന്നാൽ കങ്കുവയുടെ റിവ്യൂസ് മാത്രമേ ഉള്ളൂ. കുറേ ബാഡ് റിവ്യൂസൊക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അവിടെ പോയിട്ട് എൻ്റെ വ്യൂ എന്താണെന്നുള്ളത് ഞാൻ പോയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മഴ എന്താകും വില്ലനാകുമെന്ന് അറിയില്ല. 6:30ക്കാണ് ഷോ. ഞങ്ങൾ 6:15 ഇപ്പം തന്നെ. എന്താകുമെന്ന് അറിയില്ല. ഞങ്ങൾ അത്യാവശ്യം സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കങ്കുവയ്ക്ക് എത്തി. ന്യൂ തിയേറ്ററിലാണ് വന്നത്. കാറ് സേഫായിട്ട് പാർക്ക് ചെയ്തു. ഇതാണ് ടിക്കറ്റ്. ഓക്കെ. ഹലോ, അപ്പം ഞാൻ പടം കണ്ടു. എല്ലാവരും ഈ പറയുന്ന അത്ര ബാഡ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഉള്ള സത്യം പറയാൻ എനിക്ക് പടം നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ എലമെൻറ്റ്സ് ഞാൻ പറഞ്ഞാൽ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ലേഡീസിൻ്റെ ഫൈറ്റ്, അതായത് കങ്കുവായിട്ടുള്ള ആ കങ്കുവയുടെ ആ ഒരു പീരീഡ് കാണിക്കുന്ന സമയത്ത് ലേഡീസിൻ്റെ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്പിരിറ്റ് തോന്നും. പിന്നെ ഇൻട്രൊഡക്ഷൻ എല്ലാം സൂര്യ നന്നായിട്ട് പറയേണ്ട ആവശ്യമില്ല, ഗംഭീര ആക്ടറാണ്. നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന മൂവി തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ട്രൈബ്സിൻ്റെ സ്റ്റോറിയാണ്. നമ്മുടെ നോർമൽ അല്ല അവരുടെ നോർമൽ. ട്രൈബ്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ ഇപ്പോൾ ഉള്ള ട്രൈബ്സിനെ പോലെ അല്ല. അവര് പച്ച മാംസം അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ചിന്തകൾ എല്ലാം വേറെയാണ്. അപ്പൊ നമുക്ക് തോന്നും അവർ അബ്നോർമലാണ്, അവരെന്താ ഇങ്ങനെ നിലവിളിക്കുന്നതെന്ന്. പക്ഷെ അവര് എന്താ പറയാ, ഓരോ ട്രൈബ്സിന് സിഗ്നൽ കൊടുക്കുന്നത് പോലും ഓരോ ശബ്ദത്തിലൂടെയാണ്. എന്നാൽ അപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവർ ഓരോ ശബ്ദത്തിലൂടെയാണ് സിഗ്നൽസ് കൊടുക്കുന്നത് പോലും. അപ്പൊ ട്രൈബ്സിന്റെ രീതിയെ അതങ്ങനെയാണ്. അവര് വോയിസ് ആണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കൺവേ ആവാനാണ് അവർ തമിഴിലും മലയാളത്തിലും ഒക്കെ ഡബ് ചെയ്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ ഭാഷ പോലും വേറെ എന്തൊക്കെയാണ്, നമുക്കത് മനസ്സിലാകത്തില്ല. സൗണ്ട് മാത്രമാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ട്രൈബ്സ് ആണ്. നമ്മൾ ഈ സാധാ ഷർട്ട്സും ഇതൊക്കെ ഇട്ട് നിൽക്കുന്ന നമ്മുടെ നോർമലായിട്ടുള്ള ബിഹേവിയർ അല്ല അവരുടെ നോർമലായിട്ടുള്ള ബിഹേവിയർ. അപ്പം ഈ ബാഡ് റിവ്യൂ ഇട്ടത്, പിന്നെ ചിലർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ബാഡ് കമൻസ് ഇട്ടു, അപ്പം നമ്മളും അത് തന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമാണ്. പോസിറ്റീവായിട്ടിട്ട പ്രശ്നമല്ലേ, നമ്മളെല്ലാവരും കളിയാക്കില്ല, അങ്ങനെയല്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ട്രൈബ്സിന്റെ കഥയാണ്. ആ ട്രൈബ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫൈറ്റ് ഒക്കെയാണ്. പിന്നെ പാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, വേണമെങ്കിൽ ഒരു ഫാമിലിയൊക്കെ, സൂര്യക്ക് ഒരു ഫാമിലി ആഡ് ചെയ്ത് അതില് എന്താണ് ഈ കുട്ടി സൂര്യയുടെ മകനായിട്ടെടുത്ത് ആ കുട്ടി കുറച്ച് വഴക്കാളി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാമായിരുന്നു. പാസം അത്രയ്ക്ക് കാണിക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര ഒരു പാരന്റിങ്ങിന്റെ ഇടയ്ക്ക് അതൊന്നും കാണിക്കാൻ പാടില്ലേ? നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്തൊന്നും സ്നേഹമൊന്നും കാണിക്കാറില്ലേ? അപ്പൊ അങ്ങനെയല്ല, നമ്മൾ സ്നേഹം കാണിക്കേണ്ടടുത്ത് കൺവേ ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. ഏത് ജനറേഷൻ ആണെങ്കിലും അത് ഇമോഷൻസ് കാണിക്കാനുള്ളത് തന്നെയാണ്. അതിനെ പാസം എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടും കാര്യമില്ല, അത്രയ്ക്കൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇത് എൻ്റെ റിവ്യൂ ആണ് ഈ മൂവിയെ പറ്റി. പലർക്കും പലതായിരിക്കും, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന അത്രയ്ക്കുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഓക്കെ, ബൈ. വേറൊന്നുമില്ല, എനിക്ക് നല്ല വിശക്കുന്നു, ഞാൻ പോയി എന്തെങ്കിലും കഴിക്കട്ടെ.